ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നാനുവിൻ്റെ സ്കൂളിൽ ഇന്ന് ചക്ക ഫെസ്റ്റ് ആണ് കേട്ടോ. ചക്ക ഫെസ്റ്റ് എന്ന് പറഞ്ഞ് ജൂലൈ 4 അവരുടെ സ്കൂളിൽ എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നാനുവിന് ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ട് കേട്ടോ. ഗ്രൂപ്പ് സോങ് ചക്കയുടെ അതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ ഡ്രസ്സായിരുന്നു വേണ്ടത്. ഗ്രീൻ ഡ്രസ്സും അതിന്റെ ഓർണമെന്റ്സ് എല്ലാം ഗ്രീൻ തന്നെയായിരുന്നു വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാനുവിനെ ഒരുക്കുവാണ്. നാനുവിനെ ഇന്ന് ഞാൻ തന്നെ കൊണ്ടുപോകുന്നത് കൊണ്ട് അബി ഇന്ന് 8 മണിക്ക് വണ്ടി വരുന്നതിൽ കയറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോകുമ്പോൾ എന്നെ കൂടെ ആക്കിയിട്ട് പോകാനെന്ന് പറഞ്ഞ് അബി എൻ്റെ കൂടെ നിൽക്കുവാണ്. പിന്നെ ഞാൻ രണ്ടുപേരെയും കൊണ്ട് ഇറങ്ങി കേട്ടോ പോകാനായിട്ട്. ഞങ്ങൾ പോകിയത് 9 മണിക്കാണെന്ന് തോന്നുന്നു. 10 മണിക്കാണ് അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അബി കുറേ നാനുവിൻ്റെ വീഡിയോസ് ഒക്കെ എടുത്തു കൊടുത്തു കേട്ടോ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് ചക്ക ഫെസ്റ്റ്, ഫുഡ് ഫെസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഫാഷൻ ഷോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം നാനുവിന് ഫാഷൻ ഷോയിൽ ചേർത്തായിരുന്നു. അപ്പോൾ ഇത്തവണ എനിക്കത് ചെയ്യാനായിട്ട് ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ സ്കൂളിലെത്തി. സ്കൂളിലെ പ്രിൻസിപ്പളും അച്ഛനും ഒക്കെ ഇനാഗ്രേറ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം എല്ലാ വർഷവും ഈ ചക്ക മുറിക്കുന്നതായതുകൊണ്ട് അതുപോലെ ചക്ക മുറിച്ചു. പിന്നെ പിള്ളേരുടെ പ്രോഗ്രാംസ് ആയിരുന്നു, പാട്ട്, ഡാൻസ്. ഇത് നാനുവിൻ്റെ സോങ് ആണ്, ഗ്രൂപ്പ് സോങ് ആണിത്. നാനുവിന് ഈ ഗ്രൂപ്പ് സോങ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഫാൻസി ഡ്രസ്സും കൂടെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോരാന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഫുഡ് ഫെസ്റ്റ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഫാൻസി ഡ്രസ്സും കൂടെ കുറച്ച് കണ്ടിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു. ഫാൻസി ഡ്രസ്സ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ കോസ്റ്റ്യൂമൊക്കെ ചെയ്തേക്കുന്നത് ഇത് പ്ലാവലയിലാണ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഞങ്ങളുടെ എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ കൊച്ചാണ് കേട്ടോ, അവിടെ വീഡിയോ ആണ് എടുത്തത്. അതിനുശേഷം പിന്നെ എന്താ, ഞങ്ങൾ പിന്നെ മീനും കൂടെ വാങ്ങിയിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഞാൻ ഈ വെപ്രാളപ്പെട്ട് ഓടുന്ന തിരക്കിൽ ഞാൻ ചോറൊന്നും വെച്ചില്ലായിരുന്നു. ഞാൻ പിന്നെ വന്നിട്ട് പെട്ടെന്ന് അരിയൊക്കെ ഇട്ടിട്ട് പിന്നെ മീൻ കുറച്ചെടുത്ത് വറുക്കാന്ന് പറഞ്ഞ് ഇത്രയും എനിക്ക് നല്ല പണി കിട്ടിയെന്ന് വെച്ചാൽ കുഞ്ഞ മീനായിരുന്നു കേട്ടോ. അത് വെട്ടിക്കഴുവാനായിട്ട് ഒത്തിരി ടൈം എടുക്കും. മെയിനായിട്ട് ഈ മുടി എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഇത് 3 days ഇങ്ങനെ തന്നെ ഇട്ടേക്കണം, കെട്ടി വെക്കരുതെന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ എനിക്ക് ഒരു രക്ഷയില്ല ജോലി ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ഒരു ബോയ് ഉണ്ടല്ലോ അതെടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ മീൻ കുറച്ച് വെട്ടി എടുക്കുന്നേ ഉള്ളൂ. ബാക്കി പിന്നീട് കറി വെക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വറുക്കാനായിട്ട് എടുക്കുവാണ്. ഒരു ആവേശത്തിന് പോയി അങ്ങ് സ്ട്രൈറ്റ് ചെയ്തെങ്കിലും ഇപ്പം റിഗ്രറ്റ് ഉണ്ട് കേട്ടോ. ചെയ്യണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. എന്നെ കൊണ്ട് ഇപ്പോഴേ പറ്റുന്നില്ല. ഇനി എന്താവും എന്തോ ഗതി. വെട്ടിക്കഴുവി എടുക്കാനായിട്ട് നല്ലപോലെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വൈകിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ച് ഉച്ചയ്ക്ക് വറുത്ത് നാനും കൂടെ അല്ലേ ഉള്ളൂ അങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ രാവിലത്തെ സാമ്പാർ ഉരുപ്പുണ്ട് കേട്ടോ. അരി അടുപ്പത്ത് കിടപ്പുണ്ട്. ഇനി എപ്പോൾ ആകുമോ എന്തോ. അങ്ങനെ ഞാൻ മീനൊക്കെ മുളക് പൊടിയൊക്കെ പുരട്ടിയിട്ട് വറുക്കാനായിട്ട് ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ ഉടൻ തന്നെ അരിയും വെന്തായിരുന്നു. പക്ഷേ ആ സമയമായപ്പോൾ നാനും ഉറങ്ങിപ്പോയി കേട്ടോ. നാനും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് ഇതിരുന്ന് എന്തൊക്കെ എടുത്ത് വെച്ച് കഴിച്ചിട്ട് അവിടെ കട്ടിലിരുന്ന് പഠിക്കുമായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. എന്താ പിന്നെ ഞാൻ കഴിക്കാനായിട്ട് എടുത്തേ. അപ്പോൾ ചേട്ടൻ കോൾ ചെയ്യുമായിരുന്നു. ചേട്ടനോട് സംസാരിച്ചുകൊണ്ട് കഴിക്കുവാണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.